കുന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പീസിൻ്റെ ചാപ്റ്ററുള്ള 1157 മലയാളം എക്സ്പ്ലനേഷനാണ് ഗൈസ്. എനിക്കറിയാം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ചാപ്റ്ററാണിതെന്ന്. കാര്യം 2 ആഴ്ചത്തെ ബ്രേക്കിന് ശേഷമാണ് ഈ ഒരു ചാപ്റ്റർ നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. സോ അധികമൊന്നും വൈകിപ്പിക്കുന്നില്ല. വീഡിയോ കാണുന്നവരാണെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. സോ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ദി ലെജൻഡറി ബാർ എന്നാണ്. കവർ പേജിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ യാമറ്റോനെ കാണാൻ സാധിക്കും. പുള്ളിക്കാരുടെ കായുമായിട്ട് യുദ്ധത്തിൽ മരിച്ച എല്ലാവരും കാണാൻ പോയിട്ടുണ്ട്. അതായത് അവരുടെ ഗ്രേവ് ഒക്കെ കാണാൻ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ തുറക്കാൻ നേരത്ത് ഒരു ഐലൻഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അവിടെയായിട്ട് ഭയങ്കരധികം ബഹളം നടക്കുകയാണ്. ഇതായിട്ട് ഫുഡ് കോളനി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ലോകത്തെ, അതായത് ഇന്റർനാഷണലായിട്ട് ഡൊണേഷൻസ് ഒക്കെ കൊടുക്കുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയാൻ പറ്റും. ആൻഡ് ഇവിടേക്കാണ് നമ്മുടെ റോക്ക് സ്പൈഡേഴ്സ് വന്നിട്ടുള്ളത്. ആൻഡ് ഒച്ചയൊക്കെ പറയുന്നുണ്ട്, സോ എല്ലാം കിട്ടിയില്ലേ, വാ ഇനി നമുക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോക്ക് സ്പൈഡേഴ്സ് എല്ലാവരും അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുവാണ്. ആൻഡ് ഈ ടൈമിൽ പലരും പറയുന്നുണ്ട്, അയ്യോ ഇതൊന്നും എടുക്കല്ലേ, ഇത് പാവപ്പെട്ട പിള്ളേർക്കുള്ളതാണെന്ന്. എന്നാൽ സത്യാവസ്ഥ എന്ന് വെച്ചാൽ ഇതെല്ലാം ഇവർ ആർക്കും കൊടുക്കാതെ അവരുടെ തന്നെ കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഈ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ ഒച്ചാക്കുന്ന ഡെന്നൻ മുഷിലേക്ക് ആ ഒരു സൗണ്ട് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്താൽ നോക്ക്, ഞങ്ങളിപ്പോഴും അണ്ടർഗ്രൗണ്ടിലുണ്ട്. കേട്ട് ഷീക്കി പെട്ടെന്ന് ചെയ്യാൻ നോക്കാൻ പറയുമ്പോഴാണ് ഷീക്കി പറയുന്നത്, അയ്യോ ഞാൻ അവരെ പറ്റി മറന്നുപോയി. അടുത്ത സെക്കൻഡ് തന്നെ ഒരു ബോംബിനാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഈ ബോംബ് അവിടെ ആ ലിഫ്റ്റിൻ്റെ താഴത്തേക്ക് വീണിട്ടുണ്ട്. അതിൻ്റെ അകത്താട്ടെ നമ്മുടെ ന്യൂഗേറ്റും കായിഡോയും അതേപോലെ മറ്റൊരാൾ കൂടിയുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കായിഡോയും ന്യൂഗേറ്റും എല്ലാവരും അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. എന്നിട്ട് ഷീക്കി പറയുന്നുണ്ട്, എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ എണ്ണം കുറേ നേരത്ത് നമുക്ക് കിട്ടുന്ന ലൂട്ടിൻ്റെ ആ ഒരു ഷെയർ കൂടുമല്ലോ. അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ സ്റ്റൂസി അതേപോലെ നമ്മുടെ ബിഗ് മമ്മൊക്കെ അവിടുന്ന് ഓടാൻ പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് അവരുടെ ഫ്രണ്ടിൽ വന്ന് ആ ഒരു സാധനം വീണത്. അപ്പോൾ നമ്മുടെ ലിനിൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, ഞാനത് തകർക്കാം. എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എല്ലാവരും പേടിച്ച് വിറക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ ആ ഐലൻഡ് തന്നെ മുങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതൊരു എർത്ത് യുക്കല്ല, പകരം ഇത് അവൻ്റെ പണിയാണ്. പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും, അതായത് നമ്മുടെ ലിനിനും സ്റ്റൂസിയും ബക്കളൂരി എല്ലാവരും നേരെ താഴത്തേക്ക് വീഴുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ ആ ഐലൻഡ് തവിട് പൊടിയായിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് കായിഡോയുടെ ന്യൂ കിഡിനെ അതേപോലെ നമ്മുടെ സിൽവർ ആക്സിനെയാണ്. ആൻഡ് ഈ ടൈമിൽ അവർ പറയുന്നുണ്ട്, കായിഡോ പറയുന്നുണ്ട്, സത്യം പറയല്ല, ഞാൻ കുറച്ച് ജലസാണ്. അങ്ങനെയാണോ, എന്തുപറ്റി, ഈ പവർ കണ്ട് നിനക്ക് ഇൻട്രസ്റ്റ് തോന്നിയോ? എങ്കിൽ ഞാനൊരു കാര്യം പറയാം, നീ ചൂസ് ചെയ്യുന്നിടത്ത് കുറച്ച് വയസ്സിൽ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നിനക്ക് ആ പവർ അവിടെ പെട്ടുപോകുന്നതാണ്. ആൻഡ് ഈ ടൈമിൽ നമ്മുടെ ക്യോ ചോദിക്കുന്നുണ്ട്, അഥവാ സിൽവർ ആക്സ് ചോദിക്കുന്നുണ്ട്, ആരാടാ ഞങ്ങളിവിടെ പൂട്ടിയിട്ടത്? ഈ ടൈമിൽ നേരെ ഷീക്കിനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഷീക്ക് പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ ഓർത്തില്ല, നിങ്ങൾ എൻ്റെ അകത്തുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നൈസി അവിടുന്ന് ഒഴിയാൻ നോക്കുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടുന്നത് റോക്ക് സ്പൈഡേഴ്സിന് നേരത്തെ തന്നെയുള്ള ആ ഒരു ബിട്രയലിൻ്റെ സ്വഭാവമാണ്. പെട്ടെന്ന് റോക്സ് അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നീക്ക് ഇത് എന്നെ അടുക്കുവാണ്, മര്യാദക്ക് പോകണ്ടേ നമുക്ക്? ആൻഡ് ഈ ടൈമിൽ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്ന് വഴക്കിടുന്നുണ്ട്. പെട്ടെന്നാണ് നമ്മുടെ ക്യാപ്റ്റൻ ജോൺ പറയുന്നത്, റോക്സ് നീ പുറത്തേക്ക് നോക്കിയേ, അത് നേവിയാണ്. അപ്പോൾ റോക്സ് പറയുന്നുണ്ട്, സോ നമുക്ക് കുറച്ചുകൂടെ ചലഞ്ചസ് ആയിട്ടുണ്ടല്ലേ, എന്തായാലും നോക്കിക്കേ, എല്ലായിടത്തും അവർ തന്നെയാണ്. നമ്മുടെ ന്യൂ ഗേറ്റ് പറയുന്നുണ്ട്, സോ മറീൻസ് വന്ന് അതിനർത്ഥം നമ്മുടെ പ്ലാൻസ് ഒക്കെ ലീക്ക് ആയെന്നാണോ? കുഴപ്പമൊന്നുമില്ല, എന്ത് ലീക്കായാലും കുഴപ്പമില്ല, ഒന്നുമില്ലെങ്കിലും ആ ഒരു ഫൈറ്റ് തേടി വന്നതല്ലേ, അതുകൊണ്ട് അവർക്ക് നമ്മളൊരു ഫൈറ്റ് തിരിച്ചു കൊടുക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ റോക്സ് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, എല്ലാത്തിനെയും മുക്കിയേക്ക്. വെറും 2 വർഷം മാത്രമേ ആയുള്ളൂ റോക്ക് സ്പൈഡേഴ്സ് ഒന്ന് ഫോം ചെയ്തിട്ട്. അതിനുള്ളിൽ തന്നെ അവർ കൈവരിച്ചിരിക്കുന്ന ആ ഒരു ഫീറ്റ്സ് എന്ന് പറയുന്നത് അവിശ്വസനീയമായിരുന്നു. 16ഓളം ഡോക്യുമെന്റൽ റൈറ്റ്സ് അവർ ചെയ്ത് കഴിഞ്ഞു. 76ഓളം ഷിപ്സിനെ അവർ സങ്ക് ചെയ്ത് കഴിഞ്ഞു. 14ഓളം പോർട്ട്സാണ് ആഷായി മാറിയത്. മാപ്പിൽ നിന്ന് തന്നെ 5 ടൗൺസ് വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഒരു നേഷൻ തലകുത്തി മറിഞ്ഞിരുന്നു. ഇന്റർനാഷണൽ ലോയിൻ്റെ ആർട്ടിക്കിൾ 18 പല തവണയാണ് അവർ വയലേറ്റ് ചെയ്തത്. 25 ക്രിമിനൽ റെക്കോർഡ്സും ഉണ്ട്. ആൻഡ് ഇതിനപ്പുറം, എല്ലാത്തിനും അപ്പുറമായിട്ട് ഫ്യൂച്ചറിലെ പൈററ്റ് കിങ് ആയിട്ടുള്ള ഗോൾഡി റോജർ സെയിൽ ചെയ്യുന്ന ഈ ഒരു സമയത്തും ആ ഒരു സമയത്തിന് അറിയപ്പെട്ടിരുന്നത് റോജറിൻ്റെ ഇറ എന്നല്ല, പകരം ദി ഇറ ഓഫ് റോക്സ് എന്നായിരുന്നു. കാര്യം അത്രത്തോളം ഭയാനകമായിരുന്നു റോക്സ് എന്ന പേര്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ന്യൂ വേൾഡാണ്. അവിടെയാട്ടെ നമ്മുടെ ഹാർലഡും കുറച്ചധികം മറ്റ് കപ്പലും ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, ഹാർലഡ് നീ ഇവിടെ എന്ത് ചെയ്യുവാണ്? ഇതിപ്പോൾ ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്, നീ ഇവരെ സഹായിക്കാനും നിൽക്കുന്നു വേണ്ട, ഈ മനുഷ്യർക്ക് ഒരു റൈറ്റ്സ് പോലും ഇല്ല. അല്ല, അത് നിങ്ങൾ എന്തർത്ഥത്തിലാണ് പറയുന്നത്? ഗവൺമെൻറ്റിന് അങ്ങനെ എല്ലാം ഒന്നും കൈവശപ്പെടുത്താൻ പറ്റത്തില്ല. ആൻഡ് അത് മാത്രമല്ല, അവരെ മര്യാദക്ക് വെറുതെ വിട്ടോ. ഞങ്ങളുടെ കൺട്രീനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു ടീമാണ്. അത് മാത്രമല്ല, അവർ ഞങ്ങളുടെ ഫ്രണ്ട്സുമാണ്, ഞങ്ങളുടെ സേവിയേഴ്സുമാണ്. ഈ സമയത്ത് കുറച്ചധികം മനുഷ്യരെ അവരെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അവരായിട്ട് ഹാർലഡിക്ക് സഹായം അഭ്യർത്ഥിക്കുന്നു.
നിൽക്കുന്നുണ്ട്. ആൻഡ് ഈ ടൈമിൽ ഹാൾ പറയും ചെയ്യും, ഞാൻ എന്തായാലും അവരെ ഹെൽപ്പ് ചെയ്യാതെ ഇവിടുന്ന് പോകുന്നതല്ല. ഹാറൽ, നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, എൽബഫ് ഇപ്പം വേൾഡ് ഗവൺമെൻറ് താഴെ വരാൻ വേണ്ടിയുള്ള പരിധിയിൽ നിൽക്കുവാണ്. സോ നീ അത് വെറുതെ നശിപ്പിക്കാൻ നിൽക്കേണ്ട. ഇപ്പം നീ ഞങ്ങളുടെ ജോലിനെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അത് നിന്നെ നിന്റെ രാജ്യത്തിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നോൺ അഫിലിയേറ്റഡുള്ള കൺട്രിയുടെ കാര്യത്തിൽ നീ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അവിടെയുള്ള ഒരു പെണ്ണിനെ അവൻ വെടിവെക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ഹാളിന് ദേഷ്യം വന്ന്, നീയൊന്നും മനുഷ്യരല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹാളിൽ നേരെ അവർ കയറിയിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ വേൾഡ് ഗവൺമെൻറ് അയച്ചു കഴിഞ്ഞാൽ ആ ഒരു മെമ്പേഴ്സിനെ അവൻ കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഈടയുടെ ബാറാണ്. ആ സമയത്ത് നമ്മുടെ റോക്സ് ചോദിക്കുന്നുണ്ട്, അല്ല ഹാള്, നമുക്ക് കാസിൽ പോയി കഴിച്ചാൽ പോലെ, നമ്മളെന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നെ പോലെ ഇത്രത്തോളം ബാഡ് റെപ്യൂട്ടേഷനുള്ള ഒരാൾ എൻ്റെ ക്യാസിൽ വരുന്നതെന്ന് പറയുന്നത് അത്ര നല്ലതല്ല. നീ എന്താണ് ഈ പറയുന്നത്? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാം, എല്ലാ ജെൻസിനും വിളിക്കുക. ഹാറൽ, നീ എൻ്റെ കൂടെ കൂട്. നീ എന്തിനാണ് ഇപ്പോഴും ആ വേൾഡ് ഗവൺമെൻറ് പുറകെ പോകുന്നത്? വല്ല കാര്യമുണ്ടോ? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ വേൾഡ് ഗവൺമെൻറ് ഞങ്ങൾ ഉറപ്പായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. അല്ല, നീ എന്താണ് നിന്റെ തല ഷേവ് ചെയ്തത്? വല്ല ഫെയ്ത്തോ വല്ല കൾച്ചറോ കാരണമാണോ? എന്നാലും എനിക്ക് കണ്ടിട്ട് ചീ വരുന്നുണ്ട്. ആ കോപ്പ്, ആ ഗാർപ്പും എന്നെ കണ്ട് ചിരിച്ചിരുന്നു. ആ ഗാർപ്പോ, അവനെ എനിക്കറിയാം, അവൻ ആ ടോപ്പിൽ വരാൻ ആഗ്രഹമില്ലാത്തവനല്ലേ. അവനും ഒരു പൈലറ്റായ നല്ലതായിരിക്കും. നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അതൊരു മാസീവുള്ള ഓർഗനൈസേഷനാണ്. ശരിയാണ്, അവിടെയും കുറച്ച് കറക്ഷൻസിൻ്റെ ആവശ്യമുണ്ട്. എന്നാലും നേവി ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അവരായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ആവശ്യമുള്ളവരൊക്കെ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. അതുപോലെടാ, അവരുടെ കൂട്ടത്തിലെ കുറച്ച് പേരൊക്കെ നേരത്തെ ഇവിടേക്ക് വന്നിരുന്നു. ആ ജോൺ ജയൻ്റ് ഇല്ലേ, അവനൊക്കെ. എന്തായാലും വരുന്നത് നല്ലത് തന്നെയാണ്. അത് ഞങ്ങൾക്കും ഉപകാരമാവും. ഞങ്ങളുടെ സ്ട്രെങ്ത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാമല്ലോ. നീ അങ്ങനെ പറയല്ലേ, അത് കുറച്ച് പേടിപ്പെടുന്ന കാര്യമാണ്. ഇടാ, നീ എന്താണ് മിണ്ടായിരിക്കുന്നത്? നിനക്കെങ്കിലും ഇവനൊന്ന് പറഞ്ഞു കൊടുക്കാൻ മേലേ? ഞാൻ എന്ത് പറയാൻ? ഹാൾ എൻ്റെ മകനായിരുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമായിരുന്നു. ഇടാ, നീ എന്താണ് ഈ പറയുന്നത്? പിന്നെ കാണിക്കുന്നത് നമ്മുടെ നേവിയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അവിടെ ഒരുത്തം പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ അവിടെ ഒരു ബഹളം തന്നെയാണ് നടക്കുന്നത്. നീ എന്താണ് ഈ പറയുന്നത്? ഒരു ജയൻ്റോ? ഒന്ന് ആലോചിക്കുക, അവൻ കിടക്കുന്ന വഴി ഒന്ന് ഉരുണ്ടാൽ തന്നെ പകുതി പേര് ചത്തുപോകും. അതുമാത്രമല്ല, അവന് വല്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ എത്ര പേരായിരിക്കും കൊല്ലുന്നത്? മനുഷ്യർക്ക് ഈ ജീവികളായിട്ടൊക്കെ കോഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ എന്താണ് ഈ പറയുന്നത്? അങ്ങനെയൊന്നുമല്ല. ഗാർപ്പ് പറയുന്നുണ്ട്, അവർ നല്ലത് തന്നെയാണ്, അവർ നേവി ചേരുന്നുണ്ട്, നമുക്ക് മാത്രമാണ് ഗുണം. ഈ സമയത്ത് സെങ്കൊക്കും പറയുന്നുണ്ട്, ഹാറിൽ ഒരു ഹോണസ്റ്റ് ആയുള്ള മാൻ തന്നെയാണ്. അവനായിട്ട് ഹിസ്റ്ററി ചേഞ്ച് ചെയ്യാൻ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്. എൽബഫിൻ്റെ ഹിസ്റ്ററി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ആൻഡ് ഇവർ രണ്ടുപേരും ഇപ്പോൾ വൈസ് അഡ്മിറൽ പൊസിഷനിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഓട്സൂർ പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ കേട്ടത് റോക്സ് അവരെ സ്കൗട്ട് ചെയ്യുന്നതെന്നാണ്. ഒന്ന് ആലോചിക്കുക, റോക്സിൻ്റെ കൂടെ അങ്ങനെ അവർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പിടിച്ച് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ആൻഡ് ഇതെല്ലാം പറയുന്നത് നമ്മുടെ അഡ്മിറൽ കോങ്ങിനോടാണ്. ആൻഡ് അവൻ പറയുന്നുണ്ട്, നീ പറയുന്നത് ശരിയാണ്, പക്ഷേ അവരുടെ ഹിസ്റ്ററിയൊക്കെ നിനക്കറിയാലോ, അവരെന്തുമാത്രം വൈൽഡാണെന്ന്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഈ പറയുന്നത് ഗാർപ്പാണ്. കോങ് അതിൻ്റെ പുറകെയാണ് ഞാൻ പോകുന്നത്, ആ സ്ട്രെങ്തിൻ്റെ പുറകെയാണ് ഞാൻ പോകുന്നത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്കറിയാവുന്ന കാര്യമല്ലേ, നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് മുകളിൽ നിന്ന് എന്തായാലും ഉത്തരവ് തന്നെ. അവരെങ്ങനെ നമ്മുടെ നേഷൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല, അടിപൊളിയായിരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് 42 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ്. ഹച്ചിനോസിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു ന്യൂസ് അങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ട്. ആൻഡ് ഈ ന്യൂസ് എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. നമ്മുടെ കുജ പൈററ്റ്സിൻ്റെ കറണ്ട് ക്യാപ്റ്റനായുള്ള ഷാക്കിയോക്കും ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇത് കേൾക്കാൻ നേരത്ത് എല്ലാവർക്കും സങ്കടം വന്നു. കാര്യം അവരെന്ന് ആലോചിച്ച് അവർ ഇനി ഷിപ്പിൽ കൂടെ പോകാൻ നേരത്ത് ഒരിക്കലും ഷാക്കിനെ കാണാൻ സാധിക്കത്തില്ല. ഷാക്കി, നീ ഇത് എന്തുദ്ദേശിച്ചാണ് ഇപ്പോൾ ഈ പരിപാടി കാണിച്ചത്? ആ ടൈമിൽ നമ്മുടെ ബിഗ് മാം അഥവാ ലില്ലിൻ ചോദിക്കുന്നുണ്ട്, അല്ല ഗ്ലോറിയസ, ഇനി നിന്നെ പോലെ എങ്ങാനും ആരെങ്കിലും പുറകെ പോകാൻ വേണ്ടിയായിരിക്കുമോ അവളിപ്പോൾ ക്വിറ്റ് ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിലും ലവ് എന്ന് പറയുന്നത് ഒരു വലിയ കൺസെപ്റ്റ് തന്നെയാണല്ലേ. നീ മിണ്ടി പോലെ നിനക്ക് ലവിനെ പറ്റി എന്തറിയാം? നീ പിള്ളേരെ ഉണ്ടാക്കുന്നത് തന്നെ പോപ്കോൺ പോലെയാണ്. ആൻഡ് ഈ ടൈമിൽ നമ്മുടെ ഓവനും കട്ടക്കുറിയും എല്ലാം അവരുടെ കൂടെയുണ്ട്. ഇതായിട്ട് വളരെ മൈന്യൂട്ടുള്ള ഡീറ്റെയിൽ ആണെങ്കിൽ പോലും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ സമയത്ത് സ്റ്റൂസ് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ആൾ പറയുന്നുണ്ട്, പിന്നെ ഷാക്കി ഇത് അല്ലെങ്കിൽ ന്യൂഗേറ്റ്, നിന്റെ കണ്ണ് എൻ്റെ മേത്ത് മാത്രമാണല്ലോ. അപ്പോൾ നമ്മുടെ ന്യൂഗേറ്റ് പറയുന്നുണ്ട്, പിന്നെ ഞാനൊരിക്കലും നിന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല, എന്നാണ് നീ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ന്യൂഗേറ്റിൻ്റെ തലയിലേക്ക് അവൾ കയറുന്നുണ്ട്. ഈ സമയത്താണ് എല്ലാം ഞെട്ടിപ്പോയത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഹച്ചുനോസ് തന്നെ ഞെട്ടിപ്പോയത്. കാര്യം കുജ പൈററ്റ്സ് അവരുടെ അടുത്തേക്ക് വരുന്നത് അവർ ശ്രദ്ധിച്ചു. ചുരുക്കം പറഞ്ഞാൽ ഹച്ചുനോസിൻ്റെ ചരിത്രത്തിൽ തന്നെ അവർക്കാർക്കും വിശ്വസിക്കാൻ പറ്റുന്ന അത്രയും വലിയ ഗ്രേറ്റസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് സംഭവിച്ചത്. നമ്മുടെ ഷാക്കി ഇപ്പോൾ ഹച്ചുനോസിലേക്ക് വന്നിട്ടുണ്ട്. ഇത് പലർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അവളുടെ ഭംഗി കൊണ്ട് എല്ലാവരും മയങ്ങി വീണുപോയി. ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പലരും പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതിലൊരാൾ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, അല്ല നീ എങ്ങാനും ഗ്ലോറിയസിനെ പോലെ റോക്സ് പൈററ്റ്സിലേക്ക് ചേരാൻ വന്നതാണോ? ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ജീവിക്കാൻ വന്നതാണ്. ഞാൻ എന്തായാലും എൻ്റെ പൈററ്റ് ലൈഫൊക്കെ പിന്നിൽ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല, മറീൻസ് എന്തായാലും എൻ്റെ പുറകെ വരും. സോ ഇപ്പം ഞാൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നാൾ ഹൈഡ് ചെയ്യാൻ സാധിക്കുമല്ലോ. അത്രയും നാൾ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യത്തില്ലേ, നിങ്ങൾ എന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലേ? ആൻഡ് നമ്മുടെ ഹച്ചിനോസ് എല്ലാവരും
ഒരേ സ്ഥലത്തിൽ പറഞ്ഞിട്ടുണ്ട് അവളെ രക്ഷിക്കുമെന്ന്. ആ സമയത്ത് അവൾ ചെറിയൊരു ആഗ്രഹം പറയുന്നുണ്ട്, അവൾക്കിവിടെ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യണമെന്ന്. ആൻഡ് ഹച്ചിനോസ് ഒരേ സ്ഥലത്തിൽ വീണ്ടും പറഞ്ഞിട്ടുണ്ട് അവൾക്ക് വേണ്ടി അത് ഞങ്ങൾ ചെയ്തു തരുമെന്ന്. ഈ സമയത്ത് റോക്സും ബാക്കിയുള്ളവരും അവിടേക്ക് വന്നിട്ടുണ്ട്. അവർ ഈ വലിയ ശബ്ദമൊക്കെ കേട്ടാണ് അവിടേക്ക് വരുന്നത്. ഈ സമയത്ത് ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, ക്യാപ്റ്റൻ റോക്സ് ഇതൊരിക്കലും അവളുടെ തെറ്റല്ല, ഞങ്ങളാണ് എല്ലാം ചെയ്തത്, ഒരിക്കലും അവളെ ബ്ലെയിം ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞാണ് ബാക്കിയുള്ളവർ നിൽക്കുന്നത്. എന്നാൽ ഈ ടൈമിലാണ് റോക്സ് ശരിക്കും ഞെട്ടിധരിച്ചു പോയത്. കാര്യം ഹച്ചിനോസിലാകട്ടെ ഒരു വലിയൊരു ബാർ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ആ ടൈമിൽ നമ്മുടെ ഷാക്കി പറയുന്നുണ്ട്, വെൽക്കം, ഞാൻ നിങ്ങളെ കണ്ടതിൽ സന്തോഷവാനാണ്, എൻ്റെ ആദ്യത്തെ കസ്റ്റമേഴ്സ് നീയാണ്, എന്താ ഒരു ഡ്രിങ്ക് കുടിക്കുന്നു. എന്നാൽ നമ്മുടെ ഷാക്കിനെ കണ്ട വൈറ്റ് ബേർഡും ഷീക്കിയും ന്യൂഗേറ്റും അവിടെ ഉണ്ടെന്ന എല്ലാവരുടെ മനസ്സ് അലിഞ്ഞുപോയി. ചുരുക്കം പറഞ്ഞാൽ അവരെല്ലാവരും ഷാക്കിയുടെ ആ ഒരു ഭംഗിയിൽ കണ്ട് അവിടെ ഇല്ലാണ്ടായിപ്പോയി. ഷാക്കിയാക്ക് ഒരു പൂ പോലെയായിരുന്നു, മനോഹരമായ ഒരു പൂ പോലെ. എത്ര വലിയ വേസ്റ്റ് ലാൻഡ് ആണെങ്കിലും അവിടെ ആ ഒരു പൂ ഉണ്ടെങ്കിൽ ആ പൂവിൻ്റെ ഗന്ധം ആ ലോകം മുഴുവൻ തന്നെ പരക്കും. അതുപോലെ തന്നെ ഹച്ചിനോസിൽ നമ്മുടെ ഷാക്കിയുടെ ആ ഒരു പ്രസൻസ് പരന്നുകൊണ്ടേയിരുന്നു. എല്ലാവരും അവൾ കാരണം മങ്ങി വീണുകൊണ്ടേയിരുന്നു. ആരെന്ത് പറഞ്ഞാലും ആരെന്ത് തന്നാലും ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്രൗൺ ജുവലായിട്ട് ഷാക്കി മാറുമായിരുന്നു. ഹച്ചിനോസിൻ്റെ ഒരു ക്രൗൺ ജുവൽ. ഈവൻ ലോകത്തിനെ വെറുപ്പിച്ച റോക്സ് പോലും അവളുടെ ഫ്രണ്ടിൽ ഒന്ന് അടിതെറ്റിപ്പോയി. ആൻഡ് ഈ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് നമ്മുടെ മെറി ജോസിലെ റൂം ഓഫ് അതോറിറ്റിയാണ്. അവിടെ 5 എൽഡേഴ്സും ഇരിപ്പുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ട്, ശരിയാണ്, ഹാർലിന് ഈ ഒരു മെസ്സേജ് അയക്കൂ, ഞങ്ങൾ എന്തായാലും സമ്മതിച്ചിട്ടുണ്ട് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിലേക്ക് എൽബഫിനെ ചേർക്കാമെന്ന്. പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട്, റോക്സിനെ കൊല്ലണം. ഞെട്ടിക്കുന്ന ഒരു കാര്യം സംഭവിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. പിന്നെ ഒരു കാര്യം, നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ആഴ്ച അടുത്തൊരു എപ്പിസോഡ് ഇറങ്ങുന്നുള്ളൂ. സോ എന്തായാലും ഇനി അന്ന് കാണാം.